നിർണായക നീക്കവുമായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ്. സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താനാണ് തീരുമാനം. AKG പഠന ഗവേഷണ കേന്ദ്രം ഭൂമി കൈയേറ്റം നടത്തിയിട്ടുണ്ടെന്ന കേസ് നിലനിൽക്കെയാണ് നടപടി. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, മറ്റൊരു വിവാദത്തിന് തിരിതെളിയുകയാണോ? പുതിയ സിൻഡിക്കേറ്റ് വരുന്നു. സിൻഡിക്കേറ്റിന്റെ പ്രധാന തീരുമാനങ്ങളിലൊന്നായി മാറുകയാണോ? അരുൺ, AKG സെന്റർ ഭൂമി കൈയേറ്റ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർണായക നീക്കവുമായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് കടന്നിരിക്കുന്നത്. സർവകലാശാലയുടെ ഭൂമി മുഴുവനായും അളന്ന് തിട്ടപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അതിൽ പറഞ്ഞിരിക്കുന്ന കാരണം ചിലർ ഈ ഭൂമി കൈയേറ്റം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നിലവിൽ AKG പഠന ഗവേഷണ കേന്ദ്രമായിട്ടുള്ള ആ സ്ഥലം, അത് 15 സെന്റ് സ്ഥലം, അത് സർവകലാശാലയുടേതാണെന്നും അത് CPM കയ്യേറിയതാണെന്നും ആരോപിച്ചുകൊണ്ട് കേരള സർവകലാശാലയുടെ അന്നത്തെ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്ന R ശശികുമാർ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അത് തിരുവിതാംകൂർ മഹാരാജാവ് സർവകലാശാലയ്ക്ക് നൽകിയിരുന്ന സ്ഥലമാണ്, അതാണ് പിന്നീട് CPM കയ്യേറിയത് എന്നുള്ളൊരു ആരോപണമായിരുന്നു. ആ ഹർജിയിൽ തന്നെ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ആ കേസ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർവകലാശാല എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ സർവകലാശാല അതിന്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. സുനിഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്.